മോശം സന്ദേശം അയച്ചു എന്ന വനിതാ എസ്ഐമാരുടെ പരാതിയിൽ ആരോപണ വിധേയനായ AIG VG വിനോദ് കുമാറിന്റെ മൊഴിയെടുത്തു. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഈ സന്ദേശങ്ങൾ മാത്രമാണ് താൻ അയച്ചതെന്നാണ് വിനോദ് കുമാറിന്റെ മൊഴി. പരാതിക്കാരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി 2 ദിവസങ്ങൾക്കുള്ളിൽ രേഖപ്പെടുത്തുമെന്നറിയുന്നു മനീഷ് മഹിവാൽ തിരുവനന്തപുരം വിശദാംശങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലെ AIG ആണ് ആരോപണ വിധേയനായ VG വിനോദ് കുമാർ. VG വിനോദ് കുമാർ നേരത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്നു, SP ആയിരുന്നു. ആ സമയത്ത് ഓഫീസ് ഡ്യൂട്ടി സമയത്തിനിടെ തന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ച്, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു, രാത്രികാലങ്ങളിലടക്കം മോശം സന്ദേശങ്ങൾ അയക്കുന്നു. ഒപ്പം തന്നെ രാവിലെ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ, സാറ്റ പോലുള്ള മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് തങ്ങൾക്ക് ജോലി പോലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു പത്തനംതിട്ടയിലെ 2 വനിതാ SIമാർ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യമായി ആദ്യ അന്വേഷണം നടത്തിയ DIG അജിത ബീഗമായിരുന്നു. പക്ഷേ ആദ്യഘട്ട പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി പോഷ് നിയമപ്രകാരം സ്ത്രീകൾക്ക് തൊഴിലിടത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള പോഷ് നിയമപ്രകാരം അന്വേഷണം നടത്തണമെന്ന് DGPക്ക് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പരാതി പരിഹാര സംഭവങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന SP മെറിൻ ജോസഫിന് അന്വേഷണ ചുമതല കൊടുത്തതും. ഇതിൻ്റെ പ്രാരംഭ നടപടി എന്നോണമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഈ AIG VG വിനോദ് കുമാറിൻ്റെ മൊഴിയെടുത്തത്. താൻ അയച്ച സന്ദേശങ്ങളൊക്കെ തന്നെ സാധാരണ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ആണ്. അത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജാണ്, ഒരു വ്യക്തിക്ക് മാത്രം അയക്കുന്നതല്ല. ബ്രോഡ്കാസ്റ്റായി പലരെയും ആഡ് ചെയ്ത് ഗ്രൂപ്പായി താൻ അയക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളില്ല. ഒപ്പം തന്നെ അത് ഒഫീഷ്യലായ ചില മാറ്ററുകൾ മാത്രമാണ് താൻ ഈ വനിതാ ഉദ്യോഗസ്ഥരോട് പങ്കുവെച്ചത്. ഇതിൽ ചില ഗൂഢാലോചന ഉണ്ട്. തനിക്കെതിരെ ഒരു വലിയ മാഫിയ പോലീസിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് AIGയും നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും SKN 2 ദിവസങ്ങൾക്ക് ശേഷം ഈ പരാതി ഉന്നയിച്ച് 2 വനിതാ SIമാരുടെ മൊഴി പത്തനംതിട്ടയിൽ എത്തിക്കൂടി ശേഖരിക്കും. നിലവിൽ ഇയാൾ ഈ ഉദ്യോഗസ്ഥന് അയച്ചിട്ടുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നേരത്തെ ആദ്യ അന്വേഷണം നടത്തിയ അജിത ബീഗത്തിന് കൈമാറിയിരുന്നു. അതിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഒപ്പം തന്നെ ഈ AIG അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ, രാത്രികാലങ്ങളിൽ അടക്കം അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളുടെ അടക്കമുള്ള തെളിവുകൾ കൈമാറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ DGP കൂടി പരിശോധിച്ച് ഈ AIGയുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അച്ചടക്ക വകുപ്പ് തല നടപടി അടക്കം ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.